ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് അതിവേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന അജ്ഞാതൻ പെട്ടെന്നാണ് തന്റെ മാർഗം മുടക്കി ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നത് കണ്ടത്. ഓടി വരുന്നത് ഒരു ഡോക്ടറാണെന്നും പിന്നാലെ വരുന്ന അക്രമികൾ അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് സെക്യൂരിറ്റി ഓഫീസർ വിചാരിച്ചത്. അയാൾ തന്റെ സഹപ്രവർത്തകരെ കൂടി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എങ്ങനെയെങ്കിലും ഡോക്ടറെ രക്ഷിക്കുക എന്നതായിരുന്നു സെക്യൂരിറ്റി ഓഫീസറുടെ ഉദ്ദേശം. പക്ഷേ അയാൾ ഡോക്ടറല്ല എന്ന കാര്യം അവർക്കറിയില്ലല്ലോ. ഓടി വന്ന അജ്ഞാതനെ സെക്യൂരിറ്റി ഓഫീസർ തടഞ്ഞു നിർത്തി. എന്താ ഡോക്ടർ പ്രശ്നം? അയാൾ ചോദിച്ചു. താൻ വഴിയെന്ന് മാറോ? അജ്ഞാതൻ കോപത്തോടെ സെക്യൂരിറ്റി ഓഫീസറെ തള്ളിമാറ്റി. ഡോക്ടർ പേടിക്കണ്ട, അവർ നിങ്ങളെ ഒന്നും ചെയ്യില്ല, ഞങ്ങളിവിടെ ഇല്ലേ? സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞത് വകവയ്ക്കാതെ അജ്ഞാതൻ വെപ്രാളത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്തത്. അത് സെക്യൂരിറ്റി ഓഫീസറിൽ സംശയമുണ്ടാക്കി. അയാളെ തടഞ്ഞു വയ്ക്ക്, സെക്യൂരിറ്റി ഓഫീസർ വാതിൽക്കൽ നിന്ന സെക്യൂരിറ്റിക്കാരനോട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും കണ്ണനും ഗിരീഷും സെക്യൂരിറ്റി ഓഫീസറിന്റെ അടുത്തെത്തിയിരുന്നു. അയാളെ വിടരുത്, അയാൾ ഡോക്ടറല്ല, വാടക കൊലയാളിയാണ്, കണ്ണൻ സെക്യൂരിറ്റി ഓഫീസറോട് ധൃതിയിൽ പറഞ്ഞു. ഉടനെ തന്നെ അവർ മൂവരും വാതിലിന്റെ അരികിലേക്ക് ഓടി. അവിടെ 3 സെക്യൂരിറ്റിക്കാരോട് മൽപ്പിടുത്തം നടത്തുകയായിരുന്നു ഡോക്ടർ വേഷം ധരിച്ച അജ്ഞാതൻ. കായബലത്തിൽ അജ്ഞാതനോടൊപ്പം തന്നെ നിൽക്കുന്നവരായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരും. അതുകൊണ്ട് 3 പേരോട് എതിർത്ത് നിൽക്കാൻ അജ്ഞാതൻ ശരിക്കും ബുദ്ധിമുട്ടി. വീണ്ടും 3 പേർ കൂടി തന്റെ സമീപത്തേക്ക് ഓടി വരുന്നത് കണ്ട് ഭയന്ന അജ്ഞാതൻ എന്ത് ചെയ്തിട്ടായാലും ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടെ അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തി വലിച്ചൂരിയെടുത്ത് തന്നെ പിടിച്ചിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ കയ്യിൽ കുത്തി. സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു നിലവിളിയോടെ അജ്ഞാതനു മേലുള്ള പിടിവിട്ടു. ചോരയും കത്തിയും കണ്ടതോടെ ഭയന്നുപോയ മറ്റു സെക്യൂരിറ്റി ജീവനക്കാർ പിന്നോട്ട് മാറി. അടുത്തു വരരുത്, കുത്തി കുടലെടുക്കും ഞാൻ, കത്തി വീശിക്കൊണ്ട് അയാൾ പുറത്തേക്കുള്ള വാതിലിന് അടുത്തേക്ക് നീങ്ങി. അവൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്ന് കണ്ണന് മനസ്സിലായി. ഇവൻ തന്നെ കൊടുക്കാനാണ് ഇവിടെ എത്തിയത്, ഇവൻ രക്ഷപ്പെട്ടുകൂടാ, കണ്ണൻ നിശ്ചയിച്ചു. അപ്പോഴാണ് അടുത്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചർ കണ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് ചെയ്യേണ്ടതെന്ന് തലച്ചോർ അവന് പറഞ്ഞു കൊടുത്തു. കണ്ണൻ അതിവേഗതയിൽ സ്ട്രക്ചർ ഉരുട്ടിക്കൊണ്ട് അജ്ഞാതന് നേരെ കുതിച്ചു. അജ്ഞാതൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുമ്പ് അയാളുടെ ശരീരത്തിലേക്ക് കണ്ണൻ സ്ട്രക്ചർ ശക്തിയായി ഇടിച്ചു കയറ്റിയിരുന്നു. ഇടിയേറ്റ അയാൾ പിന്നിലേക്ക് മലർന്നടിച്ചു വീണു. അയാളുടെ കയ്യിൽ നിന്നും കത്തി ദൂരേക്ക് തെറിച്ചു വീണു. അജ്ഞാതൻ ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കണ്ണൻ അയാളുടെ സമീപമെത്തിയിരുന്നു. അജ്ഞാതനെ ശക്തമായി തൊഴിച്ച് നിലത്തേക്ക് വീഴ്ത്തിയ കണ്ണൻ അയാളുടെ നെഞ്ചിൽ കയറിയിരുന്ന് മുഖത്തേക്ക് ഞാഞ്ഞടിച്ചു. ആ സമയം ഗിരീഷും സെക്യൂരിറ്റിക്കാരും ചുറ്റും വളഞ്ഞിരുന്നു. ഇനി രക്ഷയില്ല എന്ന് കണ്ട അജ്ഞാതൻ അപേക്ഷിച്ചു, ഇനി എന്നെ ഉപദ്രവിക്കരുത്. അതിനാരുപദ്രവിച്ചു? കണ്ണൻ ചിരിച്ചു. ഉപദ്രവം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ, ആദ്യം നിന്റെ മനോഹരമായ മുഖമൊന്ന് കാണട്ടെ. കണ്ണൻ അവന്റെ മുഖത്തെ രക്തം പടർന്ന മാസ്ക് എടുത്തു മാറ്റി. കണ്ണൻ പ്രതീക്ഷിച്ച ഒരു മുഖം തന്നെയായിരുന്നു അത്. നന്ദിനിയുടെ ബന്ധുക്കളെന്ന് അവകാശപ്പെട്ട് ചന്ദനത്തോപ്പിൽ വന്ന ആൾക്കാരിൽ ഒരാൾ. എന്താ നിന്റെ പേര്? കണ്ണൻ ചോദിച്ചു. രാജേഷ്, അയാൾ അനുസരണയോടെ മറുപടി പറഞ്ഞു. നിങ്ങളല്ലേ അന്ന് ചെമ്പകത്തോപ്പിൽ വന്നത്? കണ്ണൻ ചോദിച്ചു. അതെ. നിങ്ങൾ നന്ദിനിയുടെ ബന്ധുക്കളാണോ? ശേഖരൻ ചേട്ടന്റെ ഒരകന്ന ബന്ധുവാണ് നന്ദിനിയുടെ അമ്മ. ഞങ്ങളൊക്കെ ശേഖരൻ ചേട്ടൻ വിളിച്ചിട്ട് വന്നതാ, ബന്ധുക്കളൊന്നുമല്ല, അയാൾ പറഞ്ഞു. അന്ന് എന്നെ തല്ലിയ ആളാണോ ശേഖരൻ? അത് ചോദിക്കുമ്പോൾ അന്ന് കവലയിൽ വച്ച് കിട്ടിയ തല്ലിന്റെ വേദന കണ്ണന്റെ മനസ്സിലേക്ക് വന്നു. ഒരു തല്ല് പോലും തിരികെ കൊടുക്കാൻ അന്ന് തനിക്ക് സാധിച്ചില്ല എന്ന് നിരാശയോടെ അവൻ ഓർത്തു. അതെ, രാജേഷ് തലയാട്ടി. എന്നിട്ട് ശേഖരൻ എവിടെ? പുറത്തുണ്ട്. ആരാ നന്ദിനിയെ കൊല്ലാൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ശേഖരേട്ടൻ. അല്ലല്ലോ, സത്യം പറഞ്ഞില്ലെങ്കിൽ ഇടികൊണ്ട് നിന്റെ മുഖം ചമ്മന്തി പരുവമാകും. കണ്ണന്റെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. ശേഖരേട്ടനാ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിളിച്ചത്. ഇവിടെ വന്നപ്പോഴാ നന്ദിനിയെ കൊല്ലണമെന്ന് പറഞ്ഞത്. വേറൊന്നും എനിക്കറിയില്ല. അവനെ തല്ലണ്ട, എല്ലാം ഞാൻ പറയാം. ഒരു ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കി. പുറത്തെ മഴയിൽ നിന്ന് കയറി വരികയാണ് മഴക്കോട്ട് ധരിച്ച 3 പേർ. സംസാരിച്ച ആളിനെ കണ്ണന് മനസ്സിലായി. ശേഖരൻ. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that great.